തുടരുന്നു. കണ്ണൂർ മട്ടന്നൂർ ഷുഹൈബ് വധക്കേസ് പ്രതികളുടെ ജാമ്യം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. ജാമ്യം റദ്ദാക്കിയ തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചു. കോടതിയുടെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും തലശ്ശേരി ജഡ്ജി വിശദീകരിക്കണം എന്നും ഹൈക്കോടതി പറഞ്ഞു. പ്രതികളുടെ ജാമ്യാപേക്ഷ സീൽഡ് കവറിൽ കൈമാറാനും ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ആകാശ് തില്ലങ്കേരി ഉൾപ്പെടെ 17 CPM പ്രവർത്തകരുടെ ജാമ്യം റദ്ദാക്കിയ സെഷൻസ് കോടതി വിധിയിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ. അനാവശ്യ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് വിചാരണ നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുവെന്ന കണ്ടെത്തലിനെ തുടർന്നായിരുന്നു ഷുഹൈബ് കേസ് പ്രതികളുടെ ജാമ്യം റദ്ദാക്കിയത്. വിചാരണ തുടങ്ങി 7ാം ദിവസമായിരുന്നു തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയുടെ അസാധാരണ നടപടി. ഇത് ചോദ്യം ചെയ്താണ് പ്രതിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചത്. വിചാരണയ്ക്കിടെ സാക്ഷിമൊഴിയുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയെന്നും ഇത് രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടത് വിചാരണ കോടതി ജഡ്ജിയെ ചൊടിപ്പിച്ചെന്നുമാണ് ഹർജിയിൽ പറയുന്നത്. വിചാരണ കോടതി മാറ്റണമെന്ന ഹർജി മേൽക്കോടതിയിൽ നൽകിയിട്ടുണ്ടെന്നും അതിൽ തീരുമാനമാകുന്നതുവരെ ക്രോസ് വിസ്താരത്തിന് സാവകാശം തരണമെന്നുമാണ് അഭ്യർത്ഥിച്ചത്. കോടതി പ്രോസിക്യൂഷനെയും പ്രതിഭാഗത്തെയും ഒരുപോലെ വേണം കാണാൻ. പ്രത്യേകിച്ച് വധശിക്ഷ വരെ ലഭിക്കാവുന്ന ഒരു കുറ്റത്തിന്റെ വിചാരണ നടക്കുമ്പോൾ ഒരു കാരണവുമില്ലാതെയാണ് പ്രതികളുടെ ജാമ്യം സെഷൻസ് ജഡ്ജി റദ്ദാക്കിയതെന്നും ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് കണക്കിലെടുത്താണ് ഹൈക്കോടതി 17 പ്രതികൾക്കും ജാമ്യം അനുവദിച്ചത്. സെഷൻസ് കോടതിയുടെ ജാമ്യം റദ്ദാക്കിയ ഉത്തരവ് 2 ആഴ്ചയ്ക്കുള്ളിൽ ഹാജരാക്കാനും പ്രതിഭാഗത്തോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. നിലവിൽ കണ്ണൂർ സബ് ജയിലിൽ കഴിയുന്ന പ്രതികൾ ഉടൻ പുറത്തിറങ്ങും. ഇന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് വിചാരണയ്ക്ക് പ്രതികൾ ഹാജരായത്. 24 കണ്ണൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.